സർ, കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു, ഈ പ്രതിസന്ധിയെല്ലാം മാറി 50% എന്ന് പറയുന്ന ആ ഒരു കണക്കിൽ നിന്നും അത് 18%ത്തിലേക്ക് വെട്ടിക്കുറച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ പ്രതിസന്ധികളെല്ലാം മാറി എന്ന് പറയുന്നു. വ്യാപാര കരാറ് എല്ലാം ക്ലിയർ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സർ ഈ ഒരു കരാറിൻ്റെ ഉദ്ദേശം? അല്ലെങ്കിൽ ഇനി അത് ഇന്ത്യക്ക് എങ്ങനെ ഇത് ഇന്ത്യയെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമാകും, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു നാഴികക്കല്ലാണ് ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാർ. ആ കരാറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നതായിട്ട് ഇന്ന് രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ അനൗൺസ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നീട് ഇങ്ങനെ ഒരു ചരിത്രപരമായ മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ കൂടെ അദ്ദേഹവും റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറയുന്നത്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ, ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന 50% നികുതി വെട്ടിക്കുറച്ച് വെറും 18%ത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ ചൈനയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് 20% നികുതിയാണ്, 20-ലധികമാണ്. പാകിസ്ഥാന്, അമേരിക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ പാകിസ്ഥാന് പോലും 19% നികുതിയുണ്ട്. ബംഗ്ലാദേശിനും 20 ഉണ്ട്. ചൈനയ്ക്ക് 20-ൽ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തോ 20-ലധികം ഉണ്ടാവാം. ചൈനയ്ക്ക് 37% ഉണ്ട്, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെ ചൈനയുടെ ഏതാണ്ട് പകുതി താഴെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നികുതി. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ കയറ്റുമതിക്കാർക്ക് വലിയൊരു ആശ്വാസവും ഇന്ത്യയുടെ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് വലിയൊരു കുതിപ്പിനുള്ള ഒരു അവസരവും ഒക്കെയാണ്. ഇപ്പോ ട്രംപ് ഈ ചാടിപ്പിടിച്ച് ഇത്ര നാളും ഇന്ത്യയുടെ നേരെ കണ്ണുരുട്ടുകയും മീശ പിരിക്കുകയും ഒക്കെ ചെയ്ത ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ഇങ്ങനെ ചാടിപ്പിടിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഒരുപക്ഷെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വന്നതായിരിക്കാമെന്ന് തോന്നുന്നു. കാരണം അതോടുകൂടി ഇന്ത്യ അമേരിക്കയോടുള്ള താല്പര്യം ഇന്ത്യക്ക് നഷ്ടപ്പെടുമോ എന്നും, അമേരിക്കയ്ക്ക് ഈ 145 കോടി ജനങ്ങളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കൻ കമ്പനികൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാവാനാണ് സാധ്യത. കാരണം അമേരിക്കയിലെ കമ്പനികൾ, കോർപ്പറേറ്റ് സ്വകാര്യ മേഖല ഒരിക്കലും ഇങ്ങനെ ഒരു കരാറിൽ ട്രംപിന് എത്താൻ പറ്റിയില്ലെങ്കിൽ ട്രംപിന് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷൻ ലിമിറ്റഡ്, അവരാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നത്. 114 വിമാനങ്ങൾ അവരിൽ നിന്നും വാങ്ങാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തു. അതിന്റെ വാങ്ങുന്നത് ഏതാണ്ട് 37 ബില്യൺ US$, ഏതാണ്ട് 3.25 ലക്ഷം കോടി രൂപയുടെ ഒരു ഇടപാടാണത്. ആലോചിച്ച് നോക്കി, ഇത് അമേരിക്കക്ക് വേണമെങ്കിൽ കിട്ടാമായിരുന്നാണ്. അമേരിക്ക ഇന്ത്യക്ക് F-18 ഹോർണറ്റോ അല്ലെങ്കിൽ F-25 ഒക്കെ ഇന്ത്യക്ക് F-35 ലൈറ്റനിങ്ങോ ഒക്കെ ഓഫർ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബോയിങ്ങിനോ ലോക്ഹീഡ് മാർട്ടിനോ ഒക്കെ കിട്ടാവുന്ന ഒരു ഓഫർ ഫ്രഞ്ചുകാരൻ കൊണ്ടുപോയത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. മാത്രവുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രാൻസിലെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനി, അവരാണ് ജെറ്റ് എഞ്ചിൻ, ടെർബോഫാൻ എഞ്ചിൻ എന്ന ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത്. അവരുമായിട്ട് ഇന്ത്യ കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്. അതും ഏതാണ്ട് $8 ബില്യൺ തുല്യമായ ഒരു ഇടപാടാണ്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ സ്വകാര്യ മേഖല ട്രംപിനെ നിർത്തിപ്പൊരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാരന് കിട്ടേണ്ട പണമാണ്. അമേരിക്കൻ കമ്പനികളിലെ നൂറുകണക്കിനല്ല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതാണ്. അത് ഫ്രാൻസിലോട്ടും ജർമ്മനിയിലോട്ടും, ഇപ്പൊ ജർമ്മനിയായിട്ട് നമ്മൾ അന്തർവാഹിനി നിർമ്മിക്കാൻ കരാർ ഒപ്പിടുകയാണ്. ജർമ്മൻ കമ്പനിയായ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ് ലിമിറ്റഡുമായിട്ടാണ് കരാർ ഏർപ്പെടുന്നത്. അപ്പോൾ അതും വരും. എല്ലാ 8 ബില്യന്റെ 9 ബില്യന്റെ ഒക്കെ ഇന്ത്യ വലിയ പണമാണ് ചെലവഴിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. പിന്നെ അതേസമയം നമ്മൾ അത് പറയുമ്പോഴും തൽക്കാലത്തേക്ക് എന്തായാലും ട്രംപ്
തീരുമാനം മാറ്റിയതിൽ നമ്മൾ അദ്ദേഹത്തിനെ പിന്നെ അധികം വിമർശിക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തീർച്ചയായിട്ടും ഈ ഒരു കരാറിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് നമ്മുടെ വ്യവസായ മേഖലയ്ക്ക് വലിയൊരു കുതിപ്പായിരിക്കും. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ വരാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ബഡ്ജറ്റില് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാ സെന്ററുകളുണ്ട്. ആ ഡാറ്റാ സെന്ററുകളുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഒക്കെ പല കമ്പനികളുടെ ഡാറ്റാ സെന്റർ ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. ഇപ്പം ഗൂഗിള് 15 ബില്യൺ US$ നിക്ഷേപം ഇവിടെ പ്രഖ്യാപിച്ചു. അതുപോലെ മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചു. വലിയ വലിയ നിക്ഷേപങ്ങളാണ് ഇവിടെ വരുന്നത്. എല്ലാം ഏറ്റവും കുറഞ്ഞ ഒരു 1.5 ലക്ഷം കോടി വെച്ചിട്ടാണ് ഓരോരുത്തരും നിക്ഷേപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർക്കാണ് ഈ ജോലിയൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പൊ നാട്ടിൽ വ്യവസായം വരാനുള്ള ഒരു തീരുമാനത്തിൽ ട്രംപ് ആദ്യമൊക്കെ എന്താണ് അദ്ദേഹം ഒന്നും ബലം പിടിച്ചെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ബലം പിടിച്ചത്. എന്തായാലും ബലം പിടുത്തത്തിനൊടുവിൽ ഈ ഇത്രയധികം ബലം പിടിച്ചത് ഇന്ത്യ മാത്രമാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഞാൻ നരേന്ദ്രമോദിയെയും അഭിനന്ദിക്കുകയാണ്. കാരണം പെട്ടെന്ന് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാതെ അദ്ദേഹം പല കാര്യങ്ങളിലും പിടിച്ചു നിന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പല കാർഷിക മേഖലയുടെ വിഷയങ്ങളിലും ഒക്കെ തന്നെ. മാത്രവുമല്ല, ഇവിടെ മോഡി ഒരു കാര്യം പറഞ്ഞിരുന്നു, ആദ്യം ട്രംപ് നികുതി വെട്ടിക്കുറയ്ക്കണം എന്നിട്ടേ കരാറിൽ ഒപ്പിടുമെന്ന് ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അപ്പൊ അത് ട്രംപ് അംഗീകരിക്കാൻ തയ്യാറായി എന്നുള്ളത് അത് വലിയ നേട്ടമാണ്. മാത്രമല്ല, ഇത് മോഡി പറഞ്ഞതല്ലേ. ഇപ്പൊ മോഡിയാണ് പറഞ്ഞത് പിന്നെ അമേരിക്കയുടെ നികുതി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ സംശയിക്കും. ഇത് മോഡിയല്ല പറഞ്ഞത്, ട്രംപാണ് രാവിലെ അനൗൺസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്ക. ഇന്ത്യ അമേരിക്ക വ്യാപാരം എന്ന് പറയുന്നത് 140 ബില്യൺ US$ മുകളിലാണ്. അതിൽ ഏതാണ്ട് 40 ബില്യണോളം ഇന്ത്യക്ക് മിച്ചമാണ്. നമ്മൾ പലരും വിചാരിക്കും ഇത്രയും വലിയ വ്യാവസായികമായിട്ട് പുരോഗതി പ്രാപിച്ച അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാരം നടക്കുമ്പോൾ അമേരിക്കയ്ക്കായിരിക്കും മിച്ചമെന്ന്. അങ്ങനല്ല, ഇന്ത്യക്കാണ് മിച്ചം ഈ വ്യാപാരത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം കൂടിയാൽ ഇന്ത്യക്കാണ് നേട്ടം. പിന്നെ ഈ മിച്ചം ഒന്ന് കുറച്ചു കൊണ്ടുവന്ന് അമേരിക്കയുടെ കുറെ ഉൽപ്പന്നം വാങ്ങിക്കണമെന്ന് ട്രംപ് പറയും. അതിൽ എനിക്ക് തെറ്റ് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു കച്ചവട കൊടുക്കൽ വാങ്ങലുകൾ തീർച്ചയായിട്ടും ഒരു പാലമിട്ട അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വ്യവസായ മേഖലയുടെ ഒരു വലിയ വളർച്ച, ഉൽപ്പന്നങ്ങൾ, പല പുതിയ ഫാക്ടറികൾ തുടങ്ങുന്നു. ഇപ്പം കേരളത്തിന് തന്നെ പ്രത്യേകിച്ച് ഈ പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് തോന്നുന്നു മത്സ്യമേഖലയ്ക്കാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുപോലെ കശുവണ്ടി ഇന്ത്യയിൽ നിന്നും കശുവണ്ടി വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്യുന്ന ഈ കൊല്ലത്തെ പല കശുവണ്ടി വ്യവസായികളും നിലനിൽക്കുന്ന അമേരിക്കയുടെ ബലത്തിലാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കേരളത്തിനും ഈ ഒരു കരാർ വലിയ പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിന്റെ തൊട്ടു പിന്നാലെ അമേരിക്കയുമായിട്ടും ഒരു കരാർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നു കേരള സർക്കാരൊക്കെ ചെയ്യേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണ് ഇതിന്റെ ഗുണം നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് പഠിക്കുകയും ആ മേഖലകളിൽ സർക്കാരിന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന വ്യവസായികളെ ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് വരികയും അവരെ കൊണ്ട് ഈ മേഖലയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഈ ചുവപ്പ് നാടകളെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു സംരംഭങ്ങൾ കേരളത്തിൽ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് കേരള സർക്കാർ ചെയ്യേണ്ടത്. ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഗുണഫലം മറ്റു സംസ്ഥാനക്കാരൊക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പം കർണാടക മുഖ്യമന്ത്രിയോ തമിഴ്നാട് എന്തിന് ഈ ആസാം മുഖ്യമന്ത്രി വരെ ഇപ്പം പെട്ടിയും കിടക്കെ രാവിലെ അങ്ങ് ഓരോ വിദേശ രാജ്യത്ത് പോയി കേട്ട് കഴിഞ്ഞാൽ, കാരണം അവിടെ പോയി ആദ്യം കരാർ ഒപ്പിടാൻ കമ്പനികളുമായിട്ട് കാണും. അങ്ങനെ ഒരു സാഹചര്യം വരാതെ കേരളം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, പണ്ട് എന്നോട് ഈ നമ്മുടെ വ്യവസായ പാർക്കുകളുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, BMW കമ്പനി യഥാർത്ഥത്തിൽ 1990-ൽ കേരളത്തിൽ വരാനാണ് തീരുമാനിച്ചത്. കളമശ്ശേരിയിലാണ് അവർ ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചത്. ഇവര് കൊച്ചിയിൽ വന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ആളെത്തി രഹസ്യമായിട്ട്. ഈ ഹോട്ടലിൽ വന്നിട്ട് അവർ കണ്ടു. എന്നിട്ട് തമിഴ്നാട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു വിമാനത്തിൽ മുഴുവൻ സീറ്റും ബുക്ക് ചെയ്തിട്ട് ഇവരെ അതേലെ കയറ്റിക്കൊണ്ടാണ് പോയി. അത്ര പിന്നെ
പൊടികുത്തിയേനെ. അപ്പൊ അതെ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു സെക്രട്ടറിയെ, അന്നത്തെ മുഖ്യമന്ത്രി ജയലളിതയാണ്, അവര് അവിടുത്തെ വ്യവസായ സെക്രട്ടറിയെ ആരും അറിയാതെ കൊച്ചി വിട്ടിട്ട് ഇവിടെ നിന്നുള്ള ഒരു ഫ്ലൈറ്റിലെ മുഴുവൻ സീറ്റും ജയലളിത ബുക്ക് ചെയ്ത് ഈ പറയുന്ന ടീമിനെ മുഴുവൻ ഇവിടുന്ന് ആ ഫ്ലൈറ്റിൽ കയറ്റി രായ്ക്ക് രാമാനം പോയി. അവർ തമിഴ്നാട്ടിൽ ഫാക്ടറി തുടങ്ങി. അവരുടെ രണ്ടാമത്തെ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി മഹാരാഷ്ട്രയിലും തുടങ്ങി, പൂനെയിലും തുടങ്ങി. അപ്പോൾ കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത്, നമ്മൾ ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു പ്രോആക്റ്റീവ് അപ്രോച്ച് നമ്മൾ എടുക്കില്ല. ആ പ്രോആക്റ്റീവ് അപ്രോച്ചാണ്. ഇപ്പം മത്സരമാണ്. ഇപ്പം തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും ഈ 4 സംസ്ഥാനങ്ങൾ തമ്മിൽ വിദേശ വ്യവസായികളെ ആകർഷിക്കാനുള്ള വലിയ മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിനിടയിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കേരളം തീർച്ചയായിട്ടും ഈ ഈ 2 കരാറുകൾ, യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റും ഇൻഡോ US കരാറും അതിന്റെ ഗുണഫലങ്ങൾ നമ്മളിവിടെ ഇതിന്റെ വ്യാവസായിക ഫലങ്ങളെ കുറിച്ച് നോക്കാതെ ഇതിന്റെ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഗുണഫലങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും ഇപ്രാവശ്യം അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അതെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവെക്കാം. ഉറപ്പായിട്ടും. താങ്ക് യു സർ. താങ്ക് യു.